ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 84-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. കൂട്ടുകാരെ, ബിഗ് ബോസ് തീരാൻ പോവുകയാണ്. ഇനി വെറും 2 ആഴ്ച മാത്രമേ ഉള്ളൂ. ആവേശമേറിയ മത്സരങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ബിഗ് ബോസ് നടന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. ലാലേട്ടൻ വന്നിട്ടുണ്ട്. എന്നത്തെയും പോലെ ഇന്നും ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ വിടവാങ്ങൽ മത്സരത്തിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചിട്ടാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ അകത്തേക്ക് പോകുന്നുണ്ട്. നമുക്കും വീഡിയോയിലേക്ക് പോകാം. ലാലേട്ടനെ കണ്ടതും ഹലോ എന്നൊക്കെ പറഞ്ഞ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം അവരിയ്ക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ എന്താണ് സ്റ്റൊമക്ക് അപ്സെറ്റ് ആണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, എന്തായിരുന്നു, അടിപൊളിയായിരുന്നു, പൊങ്ങച്ചക്കാരനും ഭാര്യയുമായിട്ടുള്ള ആ ഒരു ഗെയിം അടിപൊളിയായിരുന്നു, ടാസ്ക് നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്ത് പറ്റി വൈഫിൻ്റെ വയറിന് എന്ന രീതിയിൽ ലാലേട്ടൻ അർജുനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നു, സാർ അതുകൊണ്ട് പായസം. അപ്പം പൊങ്ങച്ചമരം ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോഴേ പറയുകയാണ്, ഞാൻ ലണ്ടനിൽ നിന്നൊരു കുക്കിനെ കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ ചിക്കൻ്റെ ഒരു പായസം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയർ അപ്സെറ്റ് ആയിട്ടാണ് പ്രശ്നം എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ലാലേട്ടന് ചിരി വന്നു, നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ, ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക്കായ ചവിട്ട് നാടകമുണ്ടല്ലോ, നമ്മുടെ നോറ ഫസ്റ്റ് അടിച്ച്, അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നോറ എന്താണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോറ പറഞ്ഞു, സാർ ഇവരെന്നെ തോൽക്കുമെന്നൊക്കെ പറഞ്ഞ് കൗണ്ടർ അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വാശിയെ ഞാനിങ്ങനെ കുറേ പാട്ടൊക്കെ പാടി അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെയാണ് എനിക്ക് 2 മണിക്കൂർ ലെയർ നിന്ന് വിജയിക്കാൻ പറ്റിയെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോഴത്തേക്ക് ലാലേട്ടന് അപ്രീസിയേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ പൂച്ചയെ കെട്ടിയോ, എന്ത് പറ്റി ആ പാവം പൂച്ച, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, പൂച്ചയ്ക്കാർ മണി കിട്ടും ആ ടാസ്കില്ലേ, അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. നോറ അതിൻ്റെ ചെവിയൊക്കെ പറിച്ച് കളഞ്ഞു. അപ്പോൾ നോറ പറഞ്ഞു, സാർ കൈ വിത്ത് ചെവി, അത് ഞാനിങ്ങനെ കളിച്ച സമയത്ത് എൻ്റെ കൈ കൊണ്ട് അതിൻ്റെ ചെവി പറഞ്ഞു പോയതാണ്, അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ലാലേട്ടൻ അന്ന് അവിടെ വന്നില്ലേ? ഞാൻ വന്നോ? അല്ല, CID രാംദാസ്. ഞാൻ വന്നിട്ടില്ല, CID ആണ് വന്നിരിക്കുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അർജുനോടും അഭിഷേകിനോടും സായിയോടൊക്കെ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ആ ഗെയിം കളിച്ചില്ല? അപ്പോൾ അഭിഷേക് പറഞ്ഞു, ലാലേട്ട എനിക്കിങ്ങനെ ഉറക്കം വന്നിരിക്കുകയായിരുന്നു, പിന്നെ മാത്രമല്ല എനിക്കിങ്ങനെ ഓർത്ത് വെച്ച് പറഞ്ഞാൽ അത് തെറ്റിപ്പോവും. അപ്പോൾ അർജുനും പറയുന്നത്, എനിക്കും പറ്റത്തില്ല, എനിക്ക് ആകെ അറിയുന്നുള്ളത് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ്, അതാണ്, അല്ലാതെ എനിക്ക് കിട്ടില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ലാലേട്ട ഞാനാണെങ്കിൽ ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയിന്ന് തെറ്റാണ് പറഞ്ഞു കൊടുത്തത്, പക്ഷെ അത് ശരിയായിരുന്നു, ഞാൻ ഒരാൾക്ക് പണി കൊടുത്തപ്പം ദൈവം ശരിക്കും എനിക്കുള്ള പണി തന്നു എന്ന രീതിയിൽ ജാസ്മിൻ സംസാരിച്ചു. ശ്രീധുവിനാണ് ലാലേട്ടൻ അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടങ് ട്വിസ്റ്റ് എന്ന ടാസ്ക് ശ്രീധു ആണല്ലോ ജയിച്ചത്. അപ്പോൾ ശ്രീധുവിനെ കൊണ്ടത് പറയിപ്പിച്ചു. ശ്രീധു പറഞ്ഞു, അരുത് കുതിരെ, അതിന്മേൽ നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരൊരു കുതിര. അപ്പോൾ കുതിരയ്ക്ക് പകരം കുതിര എന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു, കുതിരയല്ല കുതിരയാണ്. എന്നിട്ട് ഋഷിയോട് പറഞ്ഞു, സ്റ്റോർ റൂമിൽ പോയി ഒരു സാധനം ഇരിപ്പടി എടുത്തിട്ട് വരാൻ. അങ്ങനെ ഋഷി എടുത്തിട്ട് വരുന്ന ലോട്ടാണ് കേട്ടോ. അങ്ങനെ ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഋഷിയാണ് ആദ്യം എടുക്കുന്നത്. ഋഷി വായിക്കുന്നുണ്ട്, തച്ചൻ തച്ച സഞ്ചി ചന്തയിൽ തച്ച സഞ്ചി, അത് സ്പീഡിൽ പറയണം. ഋഷിന് പറഞ്ഞു, തച്ചൻ തച്ച സഞ്ചി ചന്തയിൽ തച്ച സഞ്ചി, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെ വരുന്നുണ്ട്. ജാസ്മിൻ പറഞ്ഞു, വണ്ടി കുന്ന് വണ്ടിയിൽ കയറി. ജാസ്മിൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റൗണ്ട് വന്നപ്പോൾ തന്നെ അർജുന ശ്രീതൊക്കെ നല്ല ചിരിയായിരുന്നു കേട്ടോ. അടുത്ത് ജിൻഡയെ വിളിച്ചു. അപ്പോൾ ജിൻഡ, എൻ്റെ അമ്മയെ പണിപാളി മോനെ സീനാണെന്ന രീതിയിൽ. ആയിട്ടും പറഞ്ഞു, കണ്ണാടി ഉണ്ടല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ പറയാം, വായിക്കുമെന്ന രീതിയിൽ. അങ്ങനെ ജിൻഡ പറയാണ്, പേര് മണി, പണി മണ്ണു പണി, പേര് മണി, പണി മണ്ണു പണി, അങ്ങനെ സ്പീഡിൽ പറയാൻ പറഞ്ഞു. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോരുത്തരെ വരുന്നുണ്ടായിരുന്നു. ശ്രീധു ആണെങ്കിൽ രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി, അതായിരുന്നിട്ട്. പക്ഷെ അർജുന് കിട്ടിയതായിരുന്നു പൊളിയായിരുന്നു. എന്താണെന്നറിയുമോ, അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടികൾ ഒരു കിണ്ടി കുണ്ടിൽ വീണു. എൻ്റെ പൊന്നെ, ചിരിച്ച് മണ്ണ് കപ്പിന്ന് തന്നെ പറയാം കേട്ടോ. ലാലേട്ടൻ വരെ ചിരിച്ചു പോയി. അടിപൊളിയായിരുന്നു ആ ഒരു സംഭവം. എന്തായാലും അർജുൻ തപ്പിത്തടഞ്ഞൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ റൗണ്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ ജിൻഡോട് ചോദിച്ചു, ജിൻഡയ്ക്ക് ഒരു ചോദ്യം ഉണ്ടല്ലോ, കുറച്ച് ദിവസമായാലും കൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട്, 26 കോഴി 5 കൂട്ടിലാക്കണം, പക്ഷെ ഒറ്റ സംഖ്യ ആകണം എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, 5 × 5 എത്രയാണ്? 25 കോഴി. 25 കോഴികളെ 5 കൂട്ടിലാക്കി ഇട്ടു, 5 കോഴി വീതം. അതിനുശേഷം ഞാനൊരു വലിയ കൂടുണ്ടാക്കി, ആ 5 കൂടും കൂടി ആ കൂട്ടിലിട്ട് പൂട്ടി, അപ്പോൾ 26 ആയില്ലേ എന്ന രീതിയിൽ. ലാലേട്ടൻ്റെ പെട്ടെന്നുള്ള ആൻസർ കണ്ടപ്പം ജിൻഡപ്പന് ഭയങ്കര സന്തോഷം. അടിപൊളിയാണ്, കറക്റ്റ് ആൻസറാണ്, ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ലാലേട്ടൻ, കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന രീതിയിൽ. നോറയാണെങ്കിൽ ഈ സമയം പേപ്പറൊക്കെ എടുത്ത് ഭയങ്കര കാൽക്കുലേഷൻ
കാൽക്കുലേഷൻ ആയിരുന്നു കേട്ടോ. അത് ലാലേട്ടൻ പ്രത്യേകം പറയുകയുണ്ടായി. എന്തായാലും അടുത്ത മുഖമുദ്ര ടാസ്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് നോറയെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു? അപ്പോൾ അഭിഷേകിനോടും ജിൻഡോയോടും അതുപോലെ തന്നെ സിജോയോടൊക്കെ കാര്യം ചോദിക്കുന്നു. ആ ഒരു ടാസ്കിലാണല്ലോ ജിൻഡോയും അഭിഷേകും തമ്മിൽ എന്താ പറയുക ചെറിയ ജഗട വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. നിങ്ങൾ ആ ടാസ്കിനിടയിലായതുകൊണ്ടും നിങ്ങൾക്ക് പരസ്പരം പ്രശ്നമില്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ ഇത് ഗെയിമാണ്, ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക എന്ന രീതിയിൽ സംസാരിച്ചു. അടുത്ത സീൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ടിക്കറ്റ് ഫിനാലെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ജാസ്മിനും സിജോയ്ക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജാസ്മിൻ ഇതൊക്കെ ന്യൂസിലുണ്ടല്ലോ എന്നാൽ നമുക്ക് ന്യൂസ് കാണാവുന്ന രീതിയിൽ ജാസ്മിൻ ന്യൂസ് വായിക്കുന്നതായിട്ടും അതുപോലെ റിപ്പോർട്ടർ സിജോയാണ് കേട്ടോ. ബിഗ് ബോസ് ഹൗസിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടന്നിരിക്കുന്നു. 13 പോയിന്റ് നേടി അഭിഷേകാണ് വിജയിച്ചിരിക്കുന്നത്. നമുക്ക് ആ ടാസ്കിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ റിപ്പോർട്ടറായ സിജോയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ജാസ്മിൻ, സിജോ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല, കീ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന രീതിയിൽ ജാസ്മിൻ സിജോയോട് ചോദിക്കുന്നു. അങ്ങനെ സിജോ പറയുകയാണ്, ലാലേട്ടൻ വന്ന് ഈ ടിക്കറ്റ് ഫിനാലയുടെ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതുപോലെ തന്നെ ടാസ്ക് അറിഞ്ഞ ഉടനെ ജിൻഡോ ആണെങ്കിൽ സിഗരറ്റുകൾ കൂട്ടിയിട്ട് മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ആവി പിടിച്ചു. പെൺപുലിയായ ജാസ്മിൻ ആദ്യ ബോണസ് പോയിന്റ് നേടി എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ ആ ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ഗോൾഡൻ റാബിറ്റ് വന്ന സമയത്ത് അമ്പോറ്റി ഗെയിമർ നമ്മുടെ ശാന്തൻ സായിയും ചേർന്ന് ആ ഗെയിം കളിച്ചു. സായി ഹിമാലയൻ സാനുക്കൾ പോയി തപസ് ചെയ്യാൻ പോവുകയാണ്. ജാസ്മിൻ ഇടയിൽ കയറി, നോറയുടെ അവസ്ഥ എന്താണ് ഈ ഗെയിമിൽ? നോറയാണെങ്കിൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്ന് ആ റാബിറ്റ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഗോൾഡൻ റാബിറ്റ് കണ്ട സമയത്ത് ഋഷിയുടെ ആലോചന എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ട് തൂക്കി വീട്ടി എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങാൻ പറ്റുമോ എന്ന ചിന്തയായിരുന്നു. മാത്രമല്ല അർജുനാണെങ്കിൽ ആരെയോ പ്രാഗിക്കൊണ്ട് ഒരു സൈഡിൽ മാറിയിരിക്കുന്നതാണ് കണ്ടത്. എന്തായാലും ആ റാബിറ്റ് ഗോൾഡൻ റാബിറ്റ് എന്ന ഗെയിം അമ്പോറ്റി ഗെയിമറായ അഭിഷേക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്കിനി ചുരുക്കി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നടന്ന എല്ലാ ടാസ്കിനെ പറ്റിയും റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ അത് കേട്ട് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി അവതരിപ്പിച്ചു എന്ന് അവർക്ക് അപ്രിസിയേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ ഷോയുടെ ഹൈലൈറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് രാംദാസ് ലാലേട്ടൻ തമ്മിൽ മുഖാമുഖം കണ്ട് സംസാരിക്കുന്ന രംഗമായിരുന്നു കേട്ടോ. സാധനം കയ്യിലുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. സാധനം കയ്യിലുണ്ട്, സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയുമോ, നമ്മുടെ ടിക്കറ്റ് ഫിനാലെ അഭിഷേകിന് കിട്ടിയിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിന്നിംഗ് പ്രൈസ് നമ്മുടെ സിജോ ക്യാപ്റ്റൻ ആയതുകൊണ്ട് സിജോയാണ് അഭിഷേകിന് കൊടുത്തത്. അഭിഷേക് എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്ന രംഗം. ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ആദ്യ ഫൈനലിസ്റ്റായ അഭിഷേകിന് ലാലേട്ടൻ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫൺ ഗെയിമാണ്. 2 പേർ വെച്ച് 4 ഗ്രൂപ്പ് ആകണം. സിജോ ആണ് നിയന്ത്രിക്കേണ്ടത്. ലാലേട്ടൻ ഒരു കാര്യം ബോർഡിൽ എഴുതും. അപ്പോൾ 2 പേര് മത്സരിക്കാൻ വരുന്ന സമയത്ത് ഒരാളുടെ ചെവിയിൽ ഹെഡ്സെറ്റ് കൊടുക്കും. പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റത്തില്ല. മറ്റൊരാളാണെങ്കിൽ ലാലേട്ടൻ പറയുന്നത് കേട്ട് ആ ബാക്കിൽ എഴുതി കൊടുക്കുന്നത് അത് എന്താണ് ആ ആക്ഷൻ മനസ്സിലാക്കി അവരത് ബോർഡിൽ എഴുതണം. അപ്പോൾ ജിൻഡോയും നോറയാണ് വന്നത്. ലാലേട്ടൻ്റെ മൃണാലിനി എന്നാണ് എഴുതിയത്. പക്ഷേ അവർക്കത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഭിഷേകും ശ്രീതുവാണ് പേരായിട്ട് വന്നത്. അപ്പോഴത്തേക്ക് ലാലേട്ടൻ മോഹൻലാൽ എന്ന് തമിഴിലാണ് എഴുതിയത്. അപ്പോൾ അഭിഷേക് ഇങ്ങനെ ശ്രീധുവിൻ്റെ ബാക്കിൽ ഇങ്ങനെ മോഹൻലാൽ എന്ന് എഴുതി കൊടുത്തു. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ശ്രീധുവിന് എഴുതാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ അഭിഷേക് നമ്മുടെ ശ്രീധുവിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതുന്നത് കണ്ടപ്പോൾ നമ്മുടെ അർജുനനത് സഹിക്കാൻ പറ്റില്ല. അർജുൻ ഇങ്ങനെ ക്ലോസപ്പിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫൺ ഗെയിമായിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ജിൻഡോട് ചോദിക്കുകയാണ്. ജിൻഡോ, ഒരു ഫ്രെയിമുണ്ട്, 2 കാലുണ്ടെന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോയ്ക്ക് മനസ്സിലാവുന്നില്ല. കണ്ണാട എവിടെയാണ്? കണ്ണാട തന്നിട്ട് അത് എടുത്ത് വെക്കുന്നില്ല എന്ന രീതിയിൽ. അപ്പോഴാണ് ജിൻഡോയ്ക്ക് മനസ്സിലായത്, കണ്ണാടയാണ്. അങ്ങനത്തെ ചെറിയ ഫൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ റൗണ്ട് അവിടെ അവസാനിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ എനർജിയോടെ കളിക്കൂ, സ്റ്റോർ റൂമിൽ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്, പോയി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജിൻഡോയും 1-2 പേരുമായിട്ട് പോയി. വേറെ ഒന്നുമല്ല, നമ്മളെ കരിക്ക് നല്ല തൊപ്പിയൊക്കെ വെച്ച് അടിപൊളി സ്റ്റൈലിൽ അവർക്കൊന്ന് ഊർജ്ജം പകരാനായിട്ട് കരിക്കെല്ലാം കൊടുത്തതിന് ശേഷം എവിക്ഷനാണ്. ഈ ആഴ്ച 7 പേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരാൾ നന്ദൻ ഇന്നലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 6 പേരാണ്. 6 പേര് എണീറ്റ് നിൽക്കുന്നു. ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം സ്റ്റോർ റൂമിൽ പോയിട്ട് കുറച്ച് ഫ്ലവർ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ 6 പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ പൂക്കൾ വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ നോറക്കുട്ടി യെല്ലോ കളറാണ് എടുത്തത്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, എന്താ നോറ യെല്ലോ എടുത്തത്? സാർ, ഇത് യെല്ലോ ഫ്രണ്ട്ഷിപ്പിൻ്റെ കളറാണെന്ന രീതിയിൽ സംസാരിച്ചു. വയലറ്റ് ആണ് നമ്മുടെ ജാസ്മിൻ എടുത്തത്. അപ്പോഴത്തേക്ക് പറഞ്ഞു, ജാസ്മിൻ, വയലറ്റ് ഒരു ദുഃഖത്തിൻ്റെ കളറാണെന്നാണ് പറയുന്നത്. എന്തായാലും ബിഗ് ബോസ് നിങ്ങളെടുത്ത എവിക്ഷനെ കുറിച്ച് പറയും. അതിൽ ആരാണ് എവിക്റ്റ് ആവുന്നത് അവർക്ക് എൻ്റെ അടുക്കിലേക്ക് വരാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. അതിനുശേഷം 6 പേരും ഗാർഡൻ ഏരിയയിൽ വരുന്നു. 12 പെഡസ്റ്റലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6 പേർക്കും അവർ തിരഞ്ഞെടുത്ത കളറിൻ്റെ ബോക്സിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവരവരെ ബോക്സിൽ പോയി നിൽക്കുന്നു. 2 പെഡസ്റ്റലിന് ഒരു ചെറിയ ബോക്സ് ഉണ്ട്,
ഫ്രണ്ടിൽ വലിയ ബോക്സും ഉണ്ട്. ഈ ചെറിയ ബോക്സിനകത്തിൻ്റെ താക്കോലുണ്ട് കേട്ടോ. ആ താക്കോലെടുത്ത് ഫ്രണ്ടിലിരിക്കുന്ന ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പച്ച കളറുള്ള സീഷാണ് കിട്ടുന്നതെങ്കിൽ എവിക്റ്റഡ് അല്ല, ചുവപ്പാണെങ്കിൽ എവിക്റ്റാണ് കേട്ടോ. അങ്ങനെ നോറയും ഋഷിയും പോയിട്ട് ബാക്കി എല്ലാവർക്കും പച്ചയാണ് കിട്ടിയിരിക്കുന്നത്. നോറയോടും ഋഷിയോടും ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ജനങ്ങളാണ് ഞങ്ങളിവിടെ നിർത്തിയത്, അപ്പം ഇനി അടുത്ത് ജനവിധി എന്താണോ അത് എന്ത് സ്വീകരിക്കാമെന്ന രീതിയിൽ സംസാരിക്കുന്നു. ബിഗ് ബോസ് പറയുന്നു, ഫ്രണ്ടിലെ 2 ബോക്സിനകത്ത് നിങ്ങൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നു. അങ്ങനെ നോറയും ഋഷി ഓപ്പൺ ചെയ്ത സമയത്ത് നോറയ്ക്ക് ചുവപ്പും അതുപോലെ തന്നെ ഋഷിക്ക് പച്ചയാണ് കിട്ടിയിരിക്കുന്നത്. ഋഷി ഭയങ്കര സന്തോഷവാനായിട്ട് ജനങ്ങളോട് കൈകൂപ്പി നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. നോറ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വളരെ ഷോക്ക്ഡ് ആയിപ്പോയി കേട്ടോ. അതിനുശേഷം നോറയ്ക്ക് മിൽമയുടെ ഉപഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പുറത്തിറങ്ങുന്നുണ്ട്. നോറ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ, ആരോടും ഒന്നും സംസാരിക്കുന്നില്ല അധികമായിട്ട്. പിന്നെ സായിയും അതുപോലെ തന്നെ ജിൻഡോയൊക്കെ പോയി ആ ഇറങ്ങുന്ന സമയത്ത് പറയുന്നു, ജിൻഡോ പറയുന്നു, നീ വരണം, ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് കാണണം, ജിമ്മിലൊക്കെ വരണം. സായിയും പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യം നിന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നീ പുറത്തിറങ്ങും മനസ്സിലാവും, ഞാൻ എല്ലാ കാര്യം പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ ജാസ്മിനും ശ്രീതു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു. ദൈവമേ രക്ഷപ്പെട്ടു, അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, പൊളിച്ചെടുക്കാമെന്ന രീതിയിലാണ് അവരുടെ മുഖത്തൊരു മുഖഭാവം. എന്തായാലും നോറ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ സമയത്തും സായി ജിൻ്റെ ഓരോന്ന് പറഞ്ഞ സമയത്തും നമ്മുടെ നോറ ആ എന്ന് പറയുന്നതല്ലാതെ വേറൊന്നും പറയുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറഞ്ഞു വരുന്ന നോറയെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് ലാലേട്ടൻ നോറ എന്ന് വിളിക്കുന്ന സമയത്ത് നോറയെ കാണുന്നില്ല. പിന്നെ കാണിക്കുന്നത് നോറ ഒരു സീക്രട്ട് റൂമിനകത്താണ്, ഹെഡ്ഫോൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, നോറ ഹെഡ്ഫോൺ ധരിച്ച് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറത്ത് നടക്കുന്ന കാര്യം നോറയെ കാണിക്കുകയും അതുപോലെ തന്നെ അവർ പറയുന്നത് കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞു, നോറ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കാണിക്കുന്നുണ്ട്. എല്ലാവരും നന്നായി കളിക്കൂ, ഓരോരുത്തരെ കുറഞ്ഞു വരുന്നുണ്ട്, നന്നായിട്ട് ഗെയിം കളിക്കൂ എന്ന രീതിയിൽ നമുക്ക് അടുത്ത ആഴ്ച കാണാം, ശുഭരാത്രി എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത്. നോറ എവിക്റ്റഡ് ആയിട്ടില്ല, 2 മണിക്കൂർ കഴിഞ്ഞ് നോറ കയറുന്നുണ്ട്, ലൈവിൽ അത് കാണിച്ചു. പക്ഷേ നാളെ നമുക്ക് എപ്പിസോഡിൽ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നാളത്തെ റിവ്യൂ വരാം, അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ലോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.